ഹലോ നമസ്കാരം. റിയാക്റ്റും ഫയർബേസും ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം ക്ലോൺ ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് നമ്മുടെ ഇവിടെ വന്ന് ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അതായത് നമ്മളിവിടെ വന്ന് ക്യാപ്ഷന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണോ ക്യാപ്ഷന് വേണ്ടത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചൂസ് ഫയലിൽ പോയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഇമേജ് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജിൽ നമുക്കിവിടെ ചെറിയൊരു എറർ വരുന്നുണ്ട്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എറർ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെ എറർ എന്ന് പറയുന്നത് ഫയർബേസിൽ പോയതിന് ശേഷം നമ്മൾ ഏതിലേക്കാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ പ്രോജക്റ്റ് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം ഓക്കെ, ഇവിടെ വന്ന് റൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കോഡിൻ്റെ ഉള്ളിൽ ഫാൾസ് എന്നാണ് തന്നിട്ടുണ്ടാവുക. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫാൾസ് എന്നാണ്, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നമുക്കിവിടെ വന്ന് ട്രൂ എന്നാക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ എന്നാക്കി കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇവിടെ വന്ന് പബ്ലിഷിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് സേവ് ആയിക്കോളും. ഒന്ന് പബ്ലിഷിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഈ ഫയൽ നമുക്കൊന്ന് റിലോഡ് ചെയ്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഫയൽ നമുക്ക് ഒന്നുകൂടി ഇത് റിലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിലോഡ് ചെയ്യുമ്പോൾ ഇതിൽ സൈൻ ഇൻ ആവോളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വന്ന് ക്യാപ്ഷൻ എന്താണോ അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഏത് പിക്ചറാണോ വേണ്ടത് അത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. എന്നിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി. ഓക്കെ, ഇപ്പോൾ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കതിവിടെ ഡിസ്പ്ലേ ചെയ്തോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആ പിക്ചർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കിവിടെ യൂസർ നെയിം എന്നുള്ളത് ഹായ് ആണ് വന്നിട്ടുള്ളത്. ആ പേര് നമുക്കിവിടെ കറക്റ്റായിട്ടും അതേപോലെ ഇമേജ് നമുക്കിവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതിലെന്താണ് മിസ്റ്റേക്ക്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ യൂസർ നെയിം എന്നുള്ളിടത്ത് നമുക്കിവിടെ കൊടുത്ത ഈ യൂസർ നെയിം എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ യൂസർ നെയിം എന്നുള്ളത് നമുക്കിവിടെ വേണ്ട, അത് നമുക്കിവിടുന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, എന്നിട്ട് ആ ഡബിൾ കൊട്ടേഷന് നമുക്ക് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് യൂസർ നെയിം എന്ന് മാത്രമാക്കി കൊടുക്കുക. ആ ഡബിൾ കൊട്ടേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇവിടെ ഈ യൂസർ നെയിം എന്നുള്ള പേരിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഇമേജ് URL എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്ത ആ ഇമേജ് അതായത് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ഇമേജാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം, നമുക്ക് പോസ്റ്റിന് കൂടി ഇമേജ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പോസ്റ്റിന് നമുക്ക് എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യണതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പോസ്റ്റിലേക്ക് പോയി. ഓക്കെ, post.js പോയി. ഓക്കെ, ഇതിൽ നമുക്ക് ആ പോസ്റ്റ് എന്നുള്ള ഭാഗം എങ്ങനെയാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് പോസ്റ്റ് എന്നുള്ള പേരിലാണ് നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോസ്റ്റ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, പോസ്റ്റ്, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ URL തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ URL ഇതിനുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് എന്തായിട്ടും വരേണ്ടത്, പോസ്റ്റായിട്ടും വരേണ്ടത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് സേവ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണെന്നൊന്ന് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇത് റണ്ണാവോളം, അതായത് സേവ് ആയി വരുവോളം നമുക്കതായത് കമ്പൈൽ ഇത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം, ഇതൊന്ന് ഒരു ഫയൽ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് ക്യാപ്ഷന് ഞാനിവിടെ വന്ന് ഹലോ എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് ഇമേജ് ഏതാണോ അതിപ്പോൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആ ഫയൽ അപ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വേറൊരു ഫയൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ വന്ന് ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു പിക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ പിക്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിക്ചർ ഇവിടെ വന്നോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത പേരെന്താണോ അതും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസർ നെയിമും അതേപോലെ തന്നെ ക്യാപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡാറ്റാബേസിൽ ഇപ്പോൾ ആൾറെഡി ഉള്ള ഡാറ്റാസുകളൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഡാറ്റാസ് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫയർസ്റ്റോർ ഡാറ്റാബേസിൽ പോവുക.
അതിനുശേഷം ഓൾറെഡി ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഫയലുകളും നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കളക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് പോസ്റ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് ഡിലീറ്റ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പുതിയൊന്ന് പോസ്റ്റസ് എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പോസ്റ്റ്സ് എന്ന് ഞാനിവിടെ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനൊരു ഐഡിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ പോസ്റ്റ് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട കളക്ഷൻസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇതും കൂടി നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇതിൽ നമ്മളിവിടെ കൊടുത്ത എല്ലാ കളക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. പോസ്റ്റേഴ്സ് എന്നുള്ളതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒന്നുമില്ല. നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തു, ഒരു ക്യാപ്ഷന് ഞാൻ ജസ്റ്റ് അലോ ഒന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു പിക്ചർ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ യൂസർ നെയിമും പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ എല്ലാ പോസ്റ്റുകളും നമുക്കൊരു ഓർഡറിലായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഏറ്റവും റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്ത ഏറ്റവും ആദ്യത്തതും അതേപോലെ മുമ്പ് സേവ് ചെയ്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടിയിലേക്ക് പോകാം. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും റീസെൻ്റ്ലി നമ്മൾ പോസ്റ്റ് ചെയ്ത ഏതാണോ ആ പോസ്റ്റ് ആയിരിക്കും ഫസ്റ്റ്. അതിൻ്റെ താഴെ ഓരോന്ന് 1 by 1 ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ഈ ഡാറ്റാബേസുകളൊക്കെ സെലക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതെവിടെയാണ് നോക്കാം. അതായത് നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്, ഇതിൻ്റെ ഉള്ളത്തെ ഓരോ ഡാറ്റാസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ app.jsൽ പോയതിന് ശേഷം ഓക്കെ, ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ ഡാറ്റാസും നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്താം. ഈ പോസ്റ്റേഴ്സ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു ഡോട്ട് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനൊരു ഓർഡർ ബൈ ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഓർഡർ ബൈ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ടൈം സ്റ്റാമ്പ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ആദ്യം ടൈം സ്റ്റാമ്പ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസെൻഡിങ് ഓർഡറിലാണോ അസെൻഡിങ് ഓർഡറിലാണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഡിസെൻഡിങ് ഓർഡറിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ്ലി നമ്മൾ പോസ്റ്റ് ചെയ്തതായിരിക്കും ആ ഏറ്റവും ഫസ്റ്റ് വരിക. അതിനുശേഷം അതിൻ്റെ താഴെ അടുത്തത്, അങ്ങനെയായിരിക്കും ഇനി നമുക്കിത് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പോസ്റ്റ് കൂടി ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആർ യു എന്ന് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് ചൂസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പിക്ചർ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്തു. ഇനി ഇതുകൂടി ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ്ലി നമ്മൾ പോസ്റ്റ് ചെയ്താണോ അതായിരിക്കും ഫസ്റ്റ്. അതിൻ്റെ താഴെ ആയിരിക്കും മുമ്പ് സേവ് ചെയ്ത പോസ്റ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിത് ഓർഡറിലാക്കി മാറ്റി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പല സ്റ്റൈലുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് ഈ അപ്ലോഡ് എന്നുള്ളതൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ കറക്റ്റായിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് അപ്ലോഡ് എന്നുള്ളത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് ഈ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട ഈ ഭാഗം നമുക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഇമേജ് അപ്ലോഡ് എന്നുള്ളതിനൊരു CSS ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനെന്ത് ചെയ്യാം, ഒരു ഇമേജ് അപ്ലോഡ്സ് എന്നുള്ളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ഇമേജ് അതിനുശേഷം അപ്ലോഡ് എന്ന് ചേർത്ത് കൊടുത്തു. .css എന്ന് ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഈ ഇമേജ് അപ്ലോഡ് എന്നുള്ള CSS ഫയലിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇമേജ് അപ്ലോഡ് എന്നുള്ള JS ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇതിൽ വന്ന് ഇമേജ് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിലേക്ക് നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് എന്ന് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഇമ്പോർട്ട്, അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു സിംഗിൾ കൊട്ടേഷനുള്ളിൽ ആദ്യം ഡോട്ട് ഇടുക, സ്പേസ് ഇടുക, ഇമേജ് അപ്ലോഡ് CSS എന്ന ഫയൽ നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇമേജ് അപ്ലോഡ് എന്നുള്ളതിൻ്റെ ഉള്ളത്തെ ആ ഡിവിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു
ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ക്ലാസ് നെയിം ഒന്നുമില്ല. ഈ ഡിവിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് നെയിം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ ഇമേജ് അപ്ലോഡിന് ഞാൻ ക്ലാസ് നെയിമായിട്ട് ഇമേജ് അപ്ലോഡ് എന്നുള്ളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് ക്ലാസ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ക്ലാസ് നെയിമായിട്ട് ഞാൻ ഇമേജ് അപ്ലോഡ് എന്നുള്ളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് പേര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഈ പേര് തന്നെയാണ് കൊടുക്കുകയാണ് ഒന്നുകൂടി നല്ലത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്കൊരു CSS ആഡ് ചെയ്യാം. ഈ ഇമേജ് അപ്ലോഡ് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് CSS ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇമേജ് അപ്ലോഡ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത CSSലേക്ക് അത് ആഡ് ചെയ്യുക. അപ്പോൾ അതൊരു ഡോട്ട് ഇട്ടതിന് ശേഷം ആ ക്ലാസ് നെയിം ഏതാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിലേക്ക് എന്തൊക്കെ CSSകളാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ എന്നുള്ളത് ഫ്ലെക്സ് ആക്കി കൊടുക്കാം. അതായത് എല്ലാം ഒറ്റ ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ എന്നുള്ളത് ഫ്ലെക്സ് ആക്കി കൊടുക്കുന്നത്. ഫ്ലെക്സ് ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കോളംസ് ആക്കി കൊടുക്കാം. അതായത് ഓരോ കോളത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് ഫ്ലെക്സ് ഡയറക്ഷന് കോളെന്ന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇതിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 60% ചേർത്ത് കൊടുക്കാം. വിഡ്ത്ത് എന്നുള്ളത് നമുക്കൊരു 60% ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മാർജിൻ ലെഫ്റ്റ് എന്നുള്ളത് ഓട്ടോ ആക്കി കൊടുക്കാം. അതായത് കറക്റ്റ് മാർജിൻ ലെഫ്റ്റിൽ ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻ ലെഫ്റ്റ് എന്നുള്ളത് ഓട്ടോ ആക്കി കൊടുത്തത്. അതായത് രണ്ട് ഭാഗം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻ ലെഫ്റ്റ് എന്നുള്ളത് ഓട്ടോ കൊടുത്തത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ റൈറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ തന്നെ ആക്കി കൊടുക്കാം. ഇവിടെ വന്ന് മാർജിൻ റൈറ്റ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ആക്കി കൊടുക്കാം. എന്നാൽ രണ്ട് ഭാഗവും കറക്റ്റായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. മാർജിൻ ടോപ്പ് എന്നുള്ളത് നമുക്കൊരു 10 പിക്സൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, മാർജിൻ ടോപ്പ് ഒരു 10 പിക്സൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, മാർജിൻ ടോപ്പ് ഒരു 10 പിക്സൽ കൊടുത്തു. മാർജിൻ ബോട്ടം എന്നുള്ളതും ഒരു 10 പിക്സൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നമ്മൾ അപ്ലോഡ് എന്നുള്ളത് ഒന്നുകൂടി ഓർഡറായി വന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ക്യാപ്ഷൻ കൊടുക്കാം, ഇവിടുന്ന് ഇമേജ് സെലക്ട് ചെയ്യാം, അതേപോലെ അപ്ലോഡ് ചെയ്യേണ്ട ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതൊന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നേരത്തേക്കാൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇമേജ് അപ്ലോഡ് എന്നുള്ളത് നമുക്കിപ്പോൾ ആൾറെഡി ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും താഴത്തേക്കായിട്ട് കൊണ്ടുപോയി വെക്കാം. ഇപ്പോൾ ആൾറെഡി ഇമേജ് അപ്ലോഡ് എന്നുള്ളത് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഇത് മുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഏറ്റവും അവസാനത്തേക്കായിട്ട് കൊണ്ടുപോയി വെക്കാം. അതായത് ഇവിടുന്ന് നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് താഴോട്ട് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എവിടെയാണോ ഇമേജ് അപ്ലോഡ് ഈ ഭാഗം കിടക്കുന്നത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് കറൻ്റിലി കിടക്കുന്നത് app.jsൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇമേജ് അപ്ലോഡ് എവിടെയാണോ കിടക്കുന്നത് അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും താഴത്തേക്കായിട്ട് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയാണ് കിടക്കുന്നത്, ഏറ്റവും മുകളിൽ തന്നെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടുന്ന് സെലക്ട് ചെയ്തു. എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഏറ്റവും അവസാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡിവിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാം. ഈ ഡിവിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ വന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് ഇപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിപ്പോൾ റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എന്താണ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിലെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് നേരെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഏറ്റവും മുകളിലുണ്ടായിരുന്നത് നമുക്ക് എന്ത് ചെയ്തു, നേരെ ജസ്റ്റ് അത് താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രസ് ബാറിന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രസ് ബാർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് അതിനൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പ്രോഗ്രസ് ബാർ എന്ന് കിടക്കുന്നത് ഇമേജ് അപ്ലോഡ് .jsലാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രസ് ബാർ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ക്ലാസ് നെയിം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ക്ലാസ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ആദ്യം തന്നെ നമ്മൾ ഇമേജ് അപ്ലോഡ്, നമ്മൾ സാധാരണ CSS എഴുതുമ്പോൾ ആദ്യം നമ്മൾ ആ കമ്പോണൻ്റെ പേര് അണ്ടർസ്കോർ 2 അണ്ടർസ്കോർ ഇട്ടതിന് ശേഷം പ്രോഗ്രസ്, ഈ രൂപത്തിലാണ് നമ്മൾ സാധാരണ എല്ലാ CSS എഴുതുന്നത്. അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്തു, ആ രൂപത്തിൽ തന്നെ CSS ആഡ് ചെയ്തു. ഇമേജ് അപ്ലോഡ് പ്രോഗ്രസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ് നെയിം നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇതിന് നമുക്ക് എന്തൊക്കെ CSSകളാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ആദ്യം ആൾറെഡി നമുക്കിവിടെ വന്ന്
ഇമേജ് അപ്ലോഡിന് CSS കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് എന്ത് ചെയ്യുക, ഇമേജ് അപ്ലോഡ് പ്രോഗ്രസ് ബാറിന് എന്തൊക്കെയാണ് CSS വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ CSS എന്ന് പറയുന്നത് വിഡ്ത്ത് 100% ആണ്. അതായത് അത് കറക്റ്റായിട്ട് ആ പേജിന് ഫില്ലായിട്ട് നിൽക്കാൻ അതിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് 100% ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കൂ, നമുക്ക് ഇത് റൺ ചെയ്യിക്കുമ്പോൾ ആ പ്രോഗ്രസ് ബാർ ഇപ്പോൾ നമ്മൾ ആ ഫയലിന് ഫില്ലായി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇതൊന്ന് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇത് സേവ് ചെയ്യാത്തുള്ള എററായിരുന്നു അത് അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, നമ്മൾ ആ പ്രോഗ്രസ് ബാർ ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിന് ഫില്ലായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേജ് അപ്ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഈ ലോഗിൻ അതേപോലെ ലോഗ് ഔട്ട് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി എവിടെയാണ് നിൽക്കുന്നത്, ഈ ഭാഗത്താണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ലോഗിനിൽ നിന്ന് ലോഗ് ഔട്ട് എന്നുള്ളത് ഇപ്പോൾ കറണ്ടിൽ എവിടെയാണോ ഉള്ളത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹെഡർ എന്നുള്ളൊരു ഡിവിൻ്റെ ഉള്ളിലേക്കായിട്ട് പുതിയൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഈ ലോഗിനും അതേപോലെ തന്നെ സൈൻ ഔട്ടും സൈൻ അപ്പും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് പുതിയൊരു അപ്പോൾ ഓൾറെഡി ഉള്ള ഡിവിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ app.jsൽ പോവുക. ഇതിലാണ് ആ ലോഗിനും ലോഗ് ഔട്ട് എന്നുള്ളതും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഓൾറെഡി അത് ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ഈ ഹെഡിങ് എന്നില്ല ഇതിൻ്റെ നേരെ താഴെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കോപ്പി ചെയ്തിട്ട് അത് ഹെഡിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹെഡിങ് എന്നുള്ളതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിനെ കയറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ലോഗിനും ലോഗ് ഔട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിവിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളിതിനെ ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ലോഗിൻ ലോഗ് ഔട്ട് എന്നുള്ളത് നേരെ ഇതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി നമുക്ക് മാറ്റങ്ങൾ വരുത്തണം. ഈ app.headingന് ഹെഡിങ്ങിന് നമ്മൾ ആൾറെഡി കുറച്ച് CSSകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡീഷനായിട്ട് നമുക്ക് കുറച്ചുകൂടി CSSകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വന്ന് app.cssൽ പോകാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് app_headingന് നമ്മൾ ആൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറ്, അതേപോലെ തന്നെ പാഡിങ്, അതേപോലെ ഒബ്ജക്റ്റ് ഫിറ്റ് കണ്ടെയ്നർ, അതേപോലെ ബോർഡർ ബോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അഡീഷനായിട്ട് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സ് ആക്കി കൊടുക്കാം. എല്ലാം ഒറ്റ വരിയിൽ വരാനാണ് ഡിസ്പ്ലേ എന്നുള്ളത് ഫ്ലെക്സ് ആക്കി കൊടുക്കുന്നത്. അതേപോലെ ജസ്റ്റിഫൈ കണ്ടന്റ് എന്നുള്ളത് നമുക്ക് സ്പേസ് ബിറ്റ്വീൻ ചേർത്ത് കൊടുക്കാം. അതായത് രണ്ടിൻ്റെ ഇടയിൽ കുറച്ച് രണ്ട് ഭാഗത്തേക്കായിട്ട് മാറി വരാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബിറ്റ്വീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും കൂടി സേവ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താണോ ചേഞ്ച് വന്നത് നോക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം എന്നുള്ളത് ഇവിടെയുണ്ട്, ലോഗ് ഔട്ട് എന്നുള്ളത് ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കായിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്ത് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിങ്, അതേപോലെ തന്നെ ലോഗ് ഔട്ട്, ലോഗിങ്ങിന്, ഫയൽ അപ്ലോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അഡീഷനായിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന രൂപത്തിൽ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് അഡീഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മൾ ഈ പോസ്റ്റ് ബട്ടൺ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി CSSകൾ ആഡ് ചെയ്ത് ഇതെങ്ങനെ ഒന്നും കൂടി അട്രാക്റ്റ് ആക്കി എടുക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗം കാണാം.